الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഇതിന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ വന്ന ജന്നാത്തുൽ അലീമിൽ ഒരുമിച്ച് കൂട്ടി നൽകിയാൽ അനുഗ്രഹിക്കട്ടെ. നാം കേൾക്കുന്നതും നാം പറയുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് ആരംഭപൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനതയെ മുഴുവൻ മാറ്റിയെടുത്ത ഒരു യശസ്സിന്റെ പ്രതാപമാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം ഇവിടെ ജീവിച്ച് 63ാമത്തെ കൊല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ ഒരു സങ്കട നിമിഷമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടിയിൽ മുകളിലെല്ലാം പനയോല കൊണ്ട് മേഞ്ഞ വീടിന്റെ ചുമരെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, തേഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വീടാണ് അല്ലാഹു റസൂലിന്റെ ആ വീട്ടിൽ അല്ലാഹു റസൂലിങ്ങനെ ആ കിടക്കുന്ന രോഗശീലയിൽ കിടക്കുന്ന ഒരവസ്ഥ എല്ലാവരും ആലോചിച്ചു നോക്കി. ആരംഭപ്പൂവിന്റെ ഫലം കണ്ട് എല്ലാവരും ആലോചിച്ചു നോക്കണം. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ രോഗശൈലിയിൽ കിടക്കുകയാണ്. ചുറ്റിലും സഹാബാക്കളുണ്ട്, ചുറ്റിലും റസൂലിന്റെ ദമ്പതികളുണ്ട്, അവിടെ റസൂലിന്റെ മക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കൂടാതെ അല്ലാഹു റസൂലിന്റെ ജീവനെ തുല്യം സ്നേഹിച്ച സഹാബാക്കൾ മുഴുവൻ, ലോകം മുഴുവൻ അല്ലാഹു റസൂലിന്റെ രോഗശൈലിയിൽ കിടക്കുന്നത് ആലോചിച്ച് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസരത്തില് ഈ ലോകത്തിന്റെ മുഴുവൻ ആകാശവും ഭൂമിയും അതിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തിനബി കാരണമായിട്ട് ലോകത്തിൽ എന്തൊക്കെ പടച്ചിട്ടുണ്ടോ അതെല്ലാം സങ്കടപ്പെട്ടിരിക്കുകയാണ്. പൂവിന്റെ ഇത്തരത്തില് അല്ലാഹു റസൂലിനെ ആലോചിച്ച് ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം വിഷമിച്ചിരിക്കുമ്പോ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു റസൂലിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്നോ, ആ അല്ലാഹു റസൂലിന്റെ വിയോഗം അവർക്ക് എത്രത്തോളം വേദന വളവാക്കുന്നുണ്ടെന്നും ഞാൻ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കിടക്കുന്നു മുത്തമൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, മുത്തായ തങ്ങൾ താഴത്ത് കിടക്കുന്നു, മുത്തമൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, തമ്പി ചെടുത്ത മുത്തയെ നോക്കുന്നു, ഏറെ പരിചരിൽ ചെല്ലാറും നിൽക്കുന്നു. റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിന്റെ അടുത്ത് ചാരത്തിരിക്കുന്ന ഫാത്തിമയെ നോക്കുന്നുണ്ട്. തന്റെ ഉപ്പാക്ക് എന്താണെന്നും തന്റെ ഉപ്പ രോഗശൈലിയിൽ നിന്ന് എപ്പോ തിരിച്ചു വരുമെന്നുള്ള ഒരു വേദനയാക്കിയിൽ ഇരിക്കാണ്. കൂടാതെ എല്ലാവരും അവിടുത്തെ മക്കളും അവിടുത്തെ ഭാര്യമാരും എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ റസൂലിനെ നോക്കി ഇരിക്കുന്ന സമയത്താണ് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് മാണിക്യ കല്ലിനോട് നേരത്തെ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്, അസ്രായീൽ അലൈഹിസ്സലാം കടന്നു
വന്നിട്ട് അള്ളാഹു റസൂലിന്റെ കഥകിന് മുട്ടാണ്. അള്ളാഹു റസൂലിന്റെ കഥകിന് മുട്ടിയിട്ട് അവിടെ നിന്ന് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും. നേരത്തെ അള്ളാഹുവിന്റെ ഫാത്തിമ ബീവി അവിടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് അസുഖമാണ്, ഇപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മലക്ക് വീണ്ടും പോകുന്നു. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം മുട്ടിയപ്പോഴാണ് അലൈഹിസ്സലാം അതിലേക്ക് കയറ്റി അകത്തേക്ക് വന്നത്. അങ്ങനെ അലൈഹിസ്സലാം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. എന്നിട്ടോ വന്ന വിശേഷം മാലിക് പറയുന്നു, മന്നല പോലെ വന്നുള്ളതാണ് സമ്മതമുണ്ടെങ്കിൽ പിടിക്കാനോ, സമ്മതമില്ലെങ്കിൽ കണ്ട് മടങ്ങാനോ. റസൂലിനോട് ഒന്ന് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് വന്നതെന്നും റസൂലിന്റെ സമ്മതമുണ്ടെങ്കിൽ താൻ റൂഹ് പിടിക്കുമെന്നും അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രായേൽ അലൈഹിസ്സലാം ഒന്ന് പറഞ്ഞപ്പോ അതാണ് റസൂൽ ചെയ്തത്. വാദം റസൂലും കൊടുക്കുമോ പിടിക്കുന്നു അലംദുനിയാവാകുന്നു റസൂലിന്റെ റൂഹിനെ കാൽഭാഗത്തിലൂടെ പിടിക്കുന്ന സമയത്ത് അല്ലാഹു റസൂൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, വല്ലാത്തൊരു വാക്കുണ്ട്, ഒന്ന് പതുക്കെ പിടിച്ചൂടാ സറായിനെ, എന്റെ ഉമ്മത്തിൽ നീ ഇങ്ങനെയാണ് പിടിക്കുക എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് അലൈഹിസ്സലാം പറഞ്ഞത്, നബിയെ അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് ഒരു വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് ഇതിനും കഠിനമായിരിക്കുമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയുള്ള തന്നെ സന്ദർഭമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ആശയങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാത്രം പറഞ്ഞാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരൻ, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ കുട്ടി വൈദ്യർ എഴുതിയ ബദറുൽ കുബ്ര ഇസ്സയിൽ നിന്ന് ഏതാനും ചില വരികൾ പാടി പറയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ ഹമദ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ക്യാപ്റ്റൻ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങൾക്ക് പതാക നൽകിക്കൊണ്ട് അവരെ എല്ലാവരെയും സ്വഭാവിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ നബി കരീം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എല്ലാവരെയും സ്വഭാവിക്കുന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് നോക്കുകയാണ്. ആ നിമിഷമാണ് അത് കണ്ടത്. പ്രവാചകൻ നബി കരീം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാറല്ലാഹു അൻഹു ബദരീകളുടെ സ്വപ്പിൽ നിന്ന് അല്പം മുന്നോട്ട് കയറി നിൽക്കുന്നതായി കൊണ്ട് കണ്ടു. ഇത് കണ്ട നബി കരീം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാറല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവിടുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് സവാദിന്റെ വേദന കാണിക്കണം സവാദിന്റെ ഉദരത്തിലേക്ക് ഒരു കുത്തു നൽകുകയും ചെയ്തു. ഈ കുത്തുകൊണ്ട സവാദ് ഉടനെ നബി കരീം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഉലത്തയാ ഉലൽ ഉറൂബ
ഉശിയക്കൽ യാ ഹബീബ ഉദിമക്കും തോബ തോബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഫരിയാദുമൈ ഇറക്ക് വേഷം ഇൻസിറക്ക് പിരിശം റസൂലല്ലാഹ് യാ സഫിയല്ലാഹ് യാ സഫിയല്ലാഹ് ബൽശൈ റഹ്മാതില്ല ബൽസാതിയുള്ളല്ലാഹ് ബൽകപ്പെടുത്താനല്ലാഹ് യാ നജിയല്ലാഹ് യാ നജിയല്ലാഹ്. പ്രവാചകരെ, അങ്ങ് ഞങ്ങളുടെയും അറബികളുടെയും അനറബികളുടെയും നേതാവ്, അങ്ങ് ഈ ലോകത്തുള്ള ഇൻസിനും ജിന്നിനും എന്നല്ല സർവ്വചരാചരങ്ങൾക്കും കാരുണ്യവാനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ അത് തന്നെയല്ലേ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ കാരുണ്യവാനായിട്ടല്ലാതെ അയച്ചിട്ടില്ല. എന്നിട്ട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, അങ്ങ് സ്വഫ് ശരിയാക്കിയ സമയത്ത് ഞാൻ അല്പം മുന്നോട്ട് കേറി നിന്നതിനാൽ അങ്ങ് എന്റെ ഉദരത്തേക്ക് വടികൊണ്ട് തട്ടിയല്ലോ, അത് എനിക്ക് വല്ലാതെ വേദനിച്ചു. ഇത് കേട്ട മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് സവാദിനോട് ചോദിക്കുകയാണ്, തരിദഫറുദൽ ജന്ന സവരനി ചന്ദലുയർന്ന തോഹാവേ കണ്ണൽ എന്ന സഫദിൽ സബഖാൽ സഫദിൽ സബഖാൽ കദ് തോഹാഗലത്തി ഇദ്ഹാരെ വണ്ടുതി ഖവായത്ത് കൈമസത്തിൽ ആകുമെങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായി അതു നിമിത്തം ഉളങ്ങാനാത് പൊരുത്തം ആക്കിടാനേ സവാദിനോട് ചോദിക്കുകയാണ്, അല്ലയോ സവാദേ, എന്താണ് നീ പറയുന്നത്? അപ്പോൾ സവാദ് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ, ഞാൻ സ്വപ്നത്തിൽ നിന്ന് അല്പം മുന്നോട്ട് നിന്നതിന്റെ പേരിൽ അങ്ങ് എന്റെ വാഴ്ത്തിലേക്ക് വേദന ഇല്ലാത്ത രൂപത്തിൽ കുത്തിയല്ലോ, അത് എനിക്ക് വല്ലാതെ വേദനിച്ചു നബിയെ. മാത്രമല്ല, ഇതിന് പകരം എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയെ. എന്തെന്നല്ലത്? ബിഗമിൽ കോമിക്കുമൈതൻ ബിന്ദത്താളിനിയത്ത വേഗം വാർത്ത ആകും കൺമണിയേ ചിതമുറ്റാമായെടുത്ത് സിഗാകും നീ മൊഴിത്ത് ചെയ്തോ സാവാദത്ത് പുത്തനെ കൊതി പോൽ കൊതിയെല്ലാം തീർക്കുത്ത് ഉടവല കൈ പിടിത്ത് കോലിങ്കേ താരുത്ത് എന്തിനെ എഴുതാൻ മുത്തനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, എനിക്ക് അതിന് പകരം ചെയ്യണം. കാരണം അങ്ങ് ലോകത്തിന്റെ നായകനാണ്, അങ്ങ് ആരെയും വേദനിപ്പിക്കാനില്ല ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവാണ്. ഇത് കേട്ട മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിനെ പറയുകയാണ്, സവാദേ, നീ പറഞ്ഞത് സത്യമാണ്. നിനക്ക് നിന്റെ അവകാശം ചെയ്യാം എന്ന് സവാദിനോട് പറയുകയാണ്. ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി ചോദിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വടി സവാദിന്റെ കൈയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, അങ്ങ് കുത്തിയ സമയത്ത് എന്റെ ദേഹത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ ദേഹത്തുള്ള അങ്ങയുടെ വയറിന്റെ മുകളിലുള്ള ആ വസ്ത്രം ഒന്ന് പൊക്കി തന്നാലും. ഇതാണ് കുട്ടി വൈദ്യർ പാടുന്നത്. മതിവൂരുമായി ചേർത്ത് മനപൂക്കൾ താരോലിത്ത് മഹിയേ ചേർത്ത് വാഹിയാക്കി
അതിനാൽ ആരികൾക്കെല്ലാം അരിശംസാവാദിയല്ല അളവിട്ട് ആനക്കല്ല ആർക്കും അപ്പൊഴുവിൽ ഉടുപ്പിൽ നീളത്തെ ഉടലിൽ ആണിയപ്പെട്ട് ഉസർമാരച്ചട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹു ആഗ്രഹപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സർഫാകപ്പെട്ട ആ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉയർത്തുകയാണ്. അങ്ങനെ വസ്ത്രം ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സവാദ് റളിയല്ലാഹു അൻഹു തന്റെ കൈയുള്ള വടി കൊണ്ട് അടുക്കുകയാണ്. അങ്ങനെ സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തിയ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തിയ നിമിഷം സവാദ് റളിയല്ലാഹു അൻഹു നബിയോടുള്ള സ്നേഹത്താൽ തന്റെ കൈയുണ്ടായിരുന്ന വടി താഴെ ഇട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദരത്തെ ആഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വയറ്റിനെ പിടിച്ചുകൊണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവാദ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. ഒരാളുടെ മുഖത്തെ ചേർത്ത് ഉളയും തടരശിൽ ആനത്തുമുത്തി. അങ്ങനെ സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സർഫാക്കപ്പെട്ട ശരീരം മധ്യാവോളം മണത്തുമുത്തി. ശേഷം സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് രണ്ട് ആഗ്രഹമേ ഉണ്ടായിരുന്നു നബിയെ, അത് ഇപ്പോൾ നിറവേറി. ഇത്രയും പറഞ്ഞുകൊണ്ട് പതിനൊരു സഹാബത്തിനോട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊണ്ടുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.